ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. എന്റെ സുഹൃത്തുക്കൾ അത് കണ്ടിട്ടുണ്ടാവും. ചിലർ കണ്ടാലും മൈൻഡ് ചെയ്യാതെ പോവും. സ്വാഭാവികമാണ്. ചിലർക്ക് പേടിയുണ്ടാവും കമന്റ്സ് ഒക്കെ ഇടാനായിട്ട്. ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ആവാം, നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് ആവാം. ചിലപ്പോൾ അവരൊന്നും കണ്ടാലും ജസ്റ്റ് സ്ക്രോൾ ചെയ്തു പോകും. ചിലർക്കത് പേടിയാണ്, ചിലർക്ക് താല്പര്യം ഉണ്ടാവില്ല. അതൊക്കെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അതിലൊന്നും നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പോസ്റ്റിൽ വന്നിട്ട് കൊണയടിക്കരുത്. അടിച്ചാൽ തിരിച്ച് നല്ല രീതിക്ക് അങ്ങോട്ട് ഞാൻ കൊണയടിച്ചു. മനസ്സിലായോ? ഇപ്പൊ കുറച്ചു മുമ്പ് ഒരാൾ വന്നിട്ട് എന്റെ പോസ്റ്റിൽ കമന്റ് ഇട്ടിരിക്കുകയാണ്, ഇത് റീച്ച് ഉണ്ടാക്കാനല്ലെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ പൊന്നു സുഹൃത്തെ, ഫേസ്ബുക്കിൽ നിന്ന് റീച്ച് ഉണ്ടാക്കിയിട്ട് വേണ്ട അമ്മൂസിന്റെ വീട്ടിൽ അടുപ്പ് പോകാനായിട്ട്. കേട്ടോ? അമ്മൂസ് പേജ് തുടങ്ങിയിട്ടുള്ളത്, അമ്മൂസ് പ്രൊഫൈൽ തുടങ്ങി വെച്ചിരിക്കുന്നത് അമ്മൂസിന്റെ നിലപാടുകൾ വ്യക്തമാക്കാനാണ്, അഭിപ്രായങ്ങൾ തുറന്നു പറയാനാണ്. അതിനെനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല, പേടിക്കുകയുമില്ല. എനിക്ക് ഈ ലോകത്ത് ആകെ പേടിയുള്ളത് അത് എന്നെയും പ്രപഞ്ച ശക്തികളെയും മാത്രമാണ്. വേറെ ഒരാളെയും പേടിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ പറഞ്ഞു വന്നത് ഇത്രേ ഉള്ളൂ. മാന്യമായിട്ടാണെങ്കിൽ മാന്യമായിട്ട് നിൽക്കും. തോന്നിവാസം പറഞ്ഞു അങ്ങേ അറ്റം തോന്നിവാസം തിരിച്ചു പറയാം. അത് ഏത് രീതിക്കായാലും യാതൊരു വിധത്തിലുള്ള പേടിയില്ല. ചിലർക്കൊരു ചിന്തയുണ്ട്, ആണുങ്ങൾ മാത്രമേ ചീത്ത പറയുള്ളൂ, പെണ്ണുങ്ങൾ ചീത്ത പറഞ്ഞ പേടിച്ച് വഴി മാറുക. അപ്പൊ പണ്ട് നീയൊക്കെ 9 പറഞ്ഞാൽ ഞാൻ 900 പറയും. അതിനെനിക്ക് ഞാൻ പിന്നോട്ട് മാറുന്ന ആളല്ല, അവിടെ സംസ്കാരം നോക്കുകയില്ല. സോ ചാണകങ്ങളോട് പ്രത്യേകിച്ചും ഗുണ്ടകളോട് പ്രത്യേകിച്ചും വീണ്ടും വീണ്ടും പറഞ്ഞൊക്കെ ഗുണ്ടകൾ തന്നെയാണ്, എല്ലാവരും അല്ല കേട്ടോ. ഈ പാർട്ടിയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്. എന്നാൽ കുറെ എണ്ണമുണ്ട് വിവരമില്ലാത്ത, വെറും അടിമപ്പണി ചെയ്യുന്ന ഗുണ്ടകൾ. നിനക്കൊക്കെ എന്താണ്? നിന്റെയൊക്കെ വീട്ടിൽ അടുപ്പ് പോകുന്നത് നീയൊക്കെ ജോലി ചെയ്തിട്ട് തന്നെയല്ലേ? അല്ലാണ്ട് ഈ പറഞ്ഞ മോദിജിയും അമിത്ഷായും ഒക്കെ കൊണ്ടുവന്ന് തന്നിട്ടാണോ നിന്റെയൊക്കെ വീട്ടിലെ അടുപ്പ് പോകുന്നത്? മനസ്സിലായി? നിന്റെയൊക്കെ വീട്ടിലെ മക്കളെ വരെ ഈ ഒരു ഇതിലേക്ക് ഗുണ്ടായുസത്തിലേക്ക് ഉന്തിത്തള്ളി വീഴുന്നുണ്ടല്ലോ നീയൊക്കെ. നാളെ എന്തെങ്കിലും വന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ മരിച്ചിട്ട് വേണ്ടി രക്തസാക്ഷിയായി, അല്ലെങ്കിൽ അങ്ങനെ ആയി. അപ്പൊ അതാണ് പറഞ്ഞത്. പോയാൽ നിനക്കൊക്കെ തന്നെ പോയി, അത്രേ ഉള്ളൂ. മാറിയിരുന്ന് മോങ്ങേണ്ടി വരും. അല്ലാണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും വന്ന് നിന്നെയൊന്നും ആശ്വസിപ്പിക്കാൻ വരില്ല. അതൊക്കെ ഓർത്താൽ നിനക്കൊക്കെ കൊള്ളാം. പിന്നെ എന്റെ പേജ് ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ളത്, ഞാൻ പറഞ്ഞു ഒരു തവണ പറഞ്ഞു, എന്റെ നിലപാടുകൾ വ്യക്തമാക്കാൻ വേണ്ടിയാണ്. അത് ഞാൻ വ്യക്തമാക്കുക തന്നെ ചെയ്യും. അപ്പോ അതിൽ വന്നിട്ട് കൊണ അടിക്കാൻ വരല്ലേ. വീണ്ടും പറയാണ്, തിരിച്ചു പറയുന്നത് വളരെ രൂക്ഷമായിട്ട് തന്നെയായിരിക്കും. അതൊട്ടും തന്നെ